നമസ്കാരം, ഞാൻ ഷോണിമ. അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക്. ബഹ്റൈനിൽ വേനൽക്കാല തൊഴിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനോട് ഇത്തവണ 99.96% സ്ഥാപനങ്ങളും സഹകരിച്ചതായി തൊഴിൽ മന്ത്രാലയത്തിലെ തൊഴിൽ ബന്ധങ്ങൾക്കായുള്ള അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി അഖിൽ അബു ഹുസൈൻ പറഞ്ഞു. ജൂൺ 15 മുതൽ സെപ്റ്റംബർ 15 വരെ ഉച്ചയ്ക്ക് 12 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ പുറത്ത് ജോലി ചെയ്യുന്നത് നിരോധിക്കുന്ന നടപടി തൊഴിലാളികളെ കടുത്ത ചൂടിൽ നിന്ന് സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നടപ്പിലാക്കുന്നത്. സുരക്ഷിതമായ ജോലി സാഹചര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിൽ മന്ത്രാലയവും തൊഴിലുടമകളും തമ്മിലുള്ള ഫലപ്രദമായ സഹകരണത്തെയും അന്താരാഷ്ട്ര തൊഴിൽ മാനദണ്ഡങ്ങളോടും തൊഴിലാളികളുടെ ക്ഷേമത്തോടുമുള്ള ബഹ്റിന്റെ പ്രതിബദ്ധതയെയും സഹകരണം പ്രതിഫലിപ്പിക്കുന്നുവെന്ന് അബു ഹുസൈൻ പറഞ്ഞു. ചൂടിന്റെ സമ്മർദ്ദത്തിന്റെയും സൂര്യപ്രകാശം നേരിട്ടേൽക്കുന്നതിന്റെയും അപകടങ്ങളെക്കുറിച്ച് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി അവബോധം വളർത്തുന്നത് മന്ത്രാലയം തുടരുകയാണെന്നും തൊഴിൽപരമായ ആരോഗ്യത്തിലും സുരക്ഷയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടെന്നും അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി പറഞ്ഞു. വേനൽക്കാലത്ത് താപനിലയും ഈർപ്പവും ഏറ്റവും ഉയർന്ന നിലയിലായിരിക്കുമ്പോൾ ജോലിസ്ഥല സുരക്ഷയിൽ മികച്ച രീതികൾ നിലനിർത്താൻ ബഹ്റിൻ പ്രതിജ്ഞാബദ്ധമാണെന്നും അബു ഹുസൈൻ കൂട്ടിച്ചേർത്തു. ഗെറ്റ് എയർപോർട്ട്സ് റെഡി ഫോർ ഡിസാസ്റ്റർ പദ്ധതിയുടെ ആദ്യഘട്ടത്തിന് ബഹ്റിനിൽ തുടക്കമായി. രാജ്യത്തെ വിമാനത്താവളങ്ങളെ ദുരന്തങ്ങളിൽ നിന്ന് നേരിടാൻ സജ്ജമാക്കുന്നതാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ആഭ്യന്തരമന്ത്രിയും സിവിൽ ഡിഫൻസ് കൌൺസിൽ ചെയർമാനുമായ ജനറൽ ഷെയ്ഖ് റാഷിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫയുടെ നിർദ്ദേശപ്രകാരമാണ് പദ്ധതി ആരംഭിച്ചത്. പബ്ലിക് സെക്യൂരിറ്റി ചീഫും സിവിൽ എമർജൻസി മാനേജ്മെന്റ് ദേശീയ സമിതി ചെയർമാനുമായ ലഫ്റ്റനന്റ് ജനറൽ താരിഖ് അൽ ഹസൻ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രകൃതി ദുരന്തങ്ങൾ, ജൈവിക സംഭവങ്ങൾ, അടിയന്തരാവസ്ഥകൾ, സാങ്കേതിക തകരാറുകൾ എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് വികസിപ്പിക്കുക, അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്കനുസരിച്ച് വിമാനത്താവളങ്ങളിലെ പ്രതിസന്ധി നേരിടുക എന്നിവയാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബഹ്റിൻ ഗതാഗത ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രാലയം, ബഹ്റിൻ എയർപോർട്ട്, UNDP, DHL എന്നിവയുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ബഹ്റിനിൽ മുഹറക്കിലെ ഹെയർ ഷാത്തിയ കടൽ മേഖലയിൽ മുത്തുവാരൽ മത്സരം സംഘടിപ്പിക്കുന്നു. 8ാമത് നാസർ ബിൻ ഹമദ് മറൈൻ പൈതൃക സീസണിന്റെ ഭാഗമായാണ് മത്സരങ്ങൾ നടത്തുക. ഈ വാരാന്ത്യത്തിൽ നടക്കുന്ന മത്സരങ്ങൾ ബഹ്റിൻ ഇൻഹെറിറ്റഡ് ട്രഡീഷണൽ സ്പോർട്സ് കമ്മിറ്റിയാണ് സംഘടിപ്പിക്കുന്നത്. 2 റൌണ്ടുകളിലായി നടക്കുന്ന മത്സരത്തിൽ നിരവധി പ്രൊഫഷണൽ ഡൈവർമാർ പങ്കെടുക്കും. കടലിന്റെ അടിത്തട്ടിൽ നിന്നും മത്സരാർത്ഥികൾ ശേഖരിക്കുന്ന ചിപ്പികളിൽ നിന്ന് മുത്തുകൾ വേർതിരിച്ചെടുക്കുന്നതിനെ അടിസ്ഥാനമാക്കിയാണ് വിജയികളെ കണ്ടെത്തുക. ബഹ്റിൻ കേരളീയ സമാജം കുട്ടികളുടെ വിഭാഗത്തിന്റെ ഇൻഡക്ഷൻ ഓഗസ്റ്റ് 7 വ്യാഴാഴ്ച വൈകുന്നേരം 8 മണിക്ക് ബഹ്റിൻ കേരളീയ സമാജത്തിൽ സംഘടിപ്പിക്കും. ചിൽഡ്രൻസ് വിംഗിന്റെ പുതിയ കമ്മിറ്റി പ്രവർത്തന ഉദ്ഘാടനവും ചിൽഡ്രൻസ് വിംഗ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഇൻഡക്ഷനിലും പ്രശസ്ത മലയാള ചലച്ചിത്ര സംവിധായകൻ കമൽ മുഖ്യ അതിഥിയായി എത്തിച്ചേരും. ഈ പരിപാടിയിൽ ഉദ്ഘാടന സമ്മേളനത്തിനോടൊപ്പം ഫിറോസ് തിരുവത്ര രചനയും ഹരീഷ് മേനോൻ സംവിധാനവും നിർവഹിച്ച കുട്ടികളുടെ നാടകം ലിറ്റിൽ പുൽക അവതരിപ്പിക്കുന്നു. ബഹ്റിൻ കേരളീയ സമാജം വൈസ് പ്രസിഡന്റ് ദിലീഷ് കുമാറിന്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഈ പരിപാടിയുടെ കൺവീനർ അഭിലാഷ് വെള്ളുക്കയാണ്. പരിപാടിയിൽ പ്രവേശനം തികച്ചും സൗജന്യമായിരിക്കും. എല്ലാ ബഹ്റിൻ മലയാളികളെയും ഈ പരിപാടിയിലേക്ക് ബഹ്റിൻ കേരളീയ സമാജത്തിലേക്ക് ക്ഷണിക്കുന്നുവെന്ന് ബഹ്റിൻ കേരളീയ സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള, സമാജം ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ എന്നിവർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് പ്രോഗ്രാം കൺവീനർ അഭിലാഷ് വെള്ളുക്കയെ 335000439 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഇനിയൊരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin.
BMC ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. ബഹ്റൈനിലെ പ്രമുഖ സാംസ്കാരിക സംഘടനയായ കേരള കാത്തലിക് അസോസിയേഷൻ KCA-BFC ഓണം പൊന്നോണം 2025 എന്ന പേരിൽ ഓണാഘോഷം സംഘടിപ്പിക്കുന്നു. വിവിധ സാംസ്കാരിക പരിപാടികളും ഓണവുമായി ബന്ധപ്പെട്ട മത്സരങ്ങളും ഉൾപ്പെടെയുള്ള ഓണാഘോഷ പരിപാടികൾ ഓഗസ്റ്റ് 29 മുതൽ ആരംഭിച്ച് സെപ്റ്റംബർ 26 ഗ്രാൻഡ് ഫിനാലെയോടുകൂടി അവസാനിക്കും. ഓഗസ്റ്റ് 29 വെള്ളിയാഴ്ച ഉദ്ഘാടന പരിപാടിയോടെ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കും. KCA-BFC ഓണം പൊന്നോണം 2025 ആഘോഷത്തിന്റെ പതാക ഉയർത്തൽ ചടങ്ങോടെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കും. ഓണവുമായി ബന്ധപ്പെട്ട് ഓപ്പൺ ടു ഓൾ കാറ്റഗറിയിലും മെമ്പേഴ്സ് ഓൺലി കാറ്റഗറിയിലുമായി പരമ്പരാഗത മത്സരങ്ങളും സംഘടിപ്പിക്കും. ഓണാഘോഷ പരിപാടികൾക്കൊപ്പം പായസ മത്സരം, തിരുവാതിര, ഓണപ്പാട്ട് മത്സരം, പരമ്പരാഗത ഓണം വസ്ത്രധാരണ മത്സരമായ തനി മലയാളി, ഓണപ്പുടവ മത്സരം, പഞ്ചഗുസ്തി മത്സരം, പൂക്കളം മത്സരം എന്നിവയും സംഘടിപ്പിക്കും. ബഹ്റൈനിലെ പ്രൊഫഷണൽ ടീമുകൾ മാറ്റുരയ്ക്കുന്ന വടംവലി മത്സരം സെപ്റ്റംബർ 19 KCA അങ്കണത്തിൽ നടക്കും. പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ സെപ്റ്റംബർ 26 വെള്ളിയാഴ്ച KCA പരിസരത്ത് ഗ്രാൻഡ് ഫിനാലെയോടുകൂടി പരിപാടി നടക്കും. വ്യത്യസ്ത വിഭവങ്ങളോടെ സ്വാദിഷ്ടമായ ഓണസദ്യ 2025 സെപ്റ്റംബർ 12 വെള്ളിയാഴ്ച KCAയിൽ ഒരുക്കും. ഓണാഘോഷ കമ്മിറ്റി ചെയർമാൻ റോയ് സി ആന്റണി, വൈസ് ചെയർമാൻ തോമസ് ജോൺ, പ്രോഗ്രാം കോർഡിനേറ്റേഴ്സായ ജോബി ജോർജ്, ബോൺസി ജിതിൻ, പ്രോഗ്രാം കൺവീനേഴ്സും KCA എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും കോർ ഗ്രൂപ്പ് അംഗങ്ങളും ഉൾപ്പെട്ട 51 അംഗ സംഘാടക സമിതിയാണ് KCA-BFC പൊന്നോണം 2025 ഓണാഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത്. സമസ്ത കേരള സുന്നി ജമാഅത്ത് ബഹ്റൈൻ ജിദാലി ഏരിയ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മജ്‌ലിസ് സുന്നൂർ വാർഷികവും ഫാമിലി ക്ലാസും ഓഗസ്റ്റ് 7 വ്യാഴാഴ്ച ജിദാലി ദാറുൽ ഖുർആൻ മദ്രസ ഹാളിൽ നടക്കും. വ്യാഴം രാത്രി 8:30 ഇർഷാദ് ഫൈസി കോരങ്ങോട് പ്രഭാഷണം നടത്തും. രാത്രി 10 മണിക്ക് ഇർഷാദ് ഫൈസിയുടെ നേതൃത്വത്തിൽ മജ്‌ലിസ് സുന്നൂറും തുടർന്ന് സയ്യിദ് ഫക്രുദ്ദീൻ തങ്ങളുടെ നേതൃത്വത്തിൽ ദുആ മജ്‌ലിസും നസീഹത്തും നടക്കും. പരിപാടിയിൽ സമസ്ത ബഹ്റൈൻ കേന്ദ്ര നേതാക്കളും പണ്ഡിതന്മാരും പങ്കെടുക്കും. വീണ്ടും ഒരു ഇടവേള. ഇന്ത്യയിൽ നിന്നുമുള്ള പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലേക്ക്. ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനാണ് പ്രധാനമന്ത്രി ചൈനയിൽ പോകുന്നത്. ഈ മാസം 31 സന്ദർശനം നടക്കുക. 2 ദിവസത്തേക്കാണ് സന്ദർശനം. 2019 പ്രധാനമന്ത്രി മോദിയുടെ അവസാന ചൈന സന്ദർശനം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കടുത്ത തീരുവകൾ ഏർപ്പെടുത്തുകയും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയ്ക്ക് മേൽ സമ്മർദ്ദം വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് സന്ദർശനം. SCO ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് മുൻപ് പ്രധാനമന്ത്രി മോദി ഓഗസ്റ്റ് 30 ജപ്പാനും സന്ദർശിക്കും. അവിടെ അദ്ദേഹം ജാപ്പനീസ് പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷിദയ്ക്കൊപ്പം ഇന്ത്യ ജപ്പാൻ ഉച്ചകോടിയിലും പങ്കെടുക്കും. അവിടെ നിന്ന് അദ്ദേഹം ചൈനയിലേക്ക് പോകുമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. റിപ്പോ നിരക്ക് മാറ്റമില്ലാതെ തുടരും. റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ നേതൃത്വത്തിലുള്ള റിസർവ് ബാങ്കിന്റെ മോണിറ്ററി പോളിസി കമ്മിറ്റി യോഗത്തിന് ശേഷം റിപ്പോ നിരക്ക് 5.5% നിലനിർത്താൻ തീരുമാനിച്ചതായി RBI അറിയിച്ചു. ഫെബ്രുവരി 3 തവണയായി 100 ബേസിസ് പോയിന്റ് കുറച്ചതിന് ശേഷമാണ് ഈ നീക്കം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് ഭീഷണികൾക്കിടയിലാണ് RBIയുടെ നീക്കം എന്നതും ശ്രദ്ധേയമാണ്. ഓഗസ്റ്റ് 7 മുതൽ ഇന്ത്യൻ ഇറക്കുമതികൾക്ക് 25% തീരുവ ഏർപ്പെടുത്താനുള്ള ട്രംപിന്റെ തീരുമാനത്തെ തുടർന്ന് വിദേശ വ്യാപാരത്തെക്കുറിച്ചുള്ള ആശങ്കകൾ നിലനിൽക്കുന്നതിന്റെയും പശ്ചാത്തലത്തിലുമാണ് RBI MPC യോഗം ചേർന്നത്. ഉത്തരാഖണ്ഡിലെ മേഘവിസ്ഫോടനത്തിൽ കുടുങ്ങിയ 28 മലയാളികളും സുരക്ഷിതരെന്ന് ഉത്തരാഖണ്ഡ് മലയാളി സമാജം പ്രസിഡന്റ് ദിനേശ്. ഡ്രൈവറുമായി ഫോണിൽ ബന്ധപ്പെട്ടതായും ഇവരെല്ലാവരും സുരക്ഷിതരാണെന്നും ഔദ്യോഗിക സ്ഥിരീകരണവും ലഭിച്ചിട്ടുണ്ട്. വാഹനം ലൊക്കേറ്റ് ചെയ്തതായി ബന്ധുക്കളും അറിയിച്ചു. അപകടം ഉണ്ടായതിന് 4 കിലോമീറ്റർ അപ്പുറത്ത് ഗംഗോത്രിക്ക് സമീപമാണ് ഇവർ കുടുങ്ങിക്കിടക്കുന്നത്. കൊച്ചി സ്വദേശികളായ നാരായണൻ നായരും ശ്രീദേവി പിള്ളയും ഇവരിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. 28 പേരടങ്ങുന്ന സംഘമാണ് യാത്ര പോയത്. റോഡുകൾ ബ്ലോക്കായതിനാൽ തിരികെ മടങ്ങാനുള്ള ബുദ്ധിമുട്ട് മാത്രമാണുള്ളതെന്നും മലയാളി സമാജം പ്രസിഡന്റ് അറിയിച്ചു.
കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന് അനുമതി. മന്ത്രിസഭായോഗമാണ് അനുമതി നൽകിയത്. രണ്ടാം ഘട്ടത്തിൽ അടിസ്ഥാന ഇൻഷുറൻസ് പരിരക്ഷ 3 ലക്ഷത്തിൽ നിന്നും 5 ലക്ഷമായി ഉയർത്തും. 41 സ്പെഷ്യാലിറ്റി ചികിത്സകൾക്കായി 2100-ലധികം ചികിത്സാ പ്രക്രിയകൾ അടിസ്ഥാന ചികിത്സാ പാക്കേജിൽ ഉൾപ്പെടുത്തും. കൂടാതെ സർവകലാശാല ആക്ടിലെ വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യുന്നതിനുള്ള കരട് ഓർഡിനൻസ് ഇറക്കും. ഓർഡിനൻസ് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. UGC ചട്ടങ്ങൾക്കും സമീപകാല കോടതി ഉത്തരവുകൾക്കും അനുസൃതമായി ഭേദഗതി ചെയ്യുന്നതിനുള്ള കരട് ഓർഡിനൻസാണ് അംഗീകരിച്ചത്. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.